പുഴയിൽ മാലിന്യം തള്ളിയതിന് ലോഡ്ജിന്റെ ഉടമയ്ക്ക് പഞ്ചായത്ത് 50,000 രൂപ പിഴയിട്ടു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ഉടമയ്ക്ക് കോടതി ആ പിഴ 1,00,000 കൊടുത്തു. ഇക്കാ നഗറിൽ പ്രവർത്തിക്കുന്ന 8 ലാൻഡ് ഹോളിഡേയ്സ് ലോഡ്ജ് ഉടമ ഫ്രാൻസിസ് മിൽട്ടനാണ് ഇപ്പോൾ അധികമായി പിഴ അടയ്ക്കേണ്ടി വന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ജെയിനസ് രാജു പറയും. സന്ധ്യ, അതിബുദ്ധിയും ഈഗോയും അത് രണ്ടുമാണ് മൂന്നാറിലെ ഈ ഹോട്ടൽ ഉടമയെ ചതിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. സ്ഥിരമായി കക്കൂസ് മാലിന്യം അടക്കം ഈ 8 ലാൻഡ് എന്ന് പറയുന്ന ലോഡ്ജിൽ നിന്ന് പുഴയിലേക്ക് തള്ളുന്നതാണ്. പലതവണ പഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകി, പക്ഷേ അത് അവഗണിച്ചുകൊണ്ടും ഈ നടപടി തുടർന്നു. ഇതിനെ തുടർന്നാണ് CCTV അടക്കം പരിശോധിച്ച് ഈ ഹോട്ടലിന് 50,000 രൂപ ഒരു കടുത്ത ശിക്ഷ എന്ന നിലയിൽ പഞ്ചായത്ത് പിഴ ചുമത്തിയത്. ഈ ഉടമ, അതായത് ഈ റിസോർട്ടിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ഡിക്കോത്തയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രാൻസിസ് മിൽട്ടനാണ് ഇത് നടത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് തൻ്റെ ഉടമസ്ഥതയിലല്ല, തൻ്റെ പിതാവിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ കെട്ടിടമെന്നും പിഴ ചുമത്തിയത് ശരിയല്ല എന്നുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ ഹൈക്കോടതിയിൽ പഞ്ചായത്ത് ഈ ലോഡ്ജിൻ്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഫ്രാൻസിസ് മിൽട്ടൻ്റെ പേരിലാണ് എന്ന് തെളിയിച്ചു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ തെറ്റായ കാര്യങ്ങൾ ബോധിപ്പിച്ച് നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് 50,000 രൂപ കൂടി അധിക പിഴ ഇദ്ദേഹത്തിന് ചുമത്തിയത്. ഇത് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഫ്രാൻസിസ് മിൽട്ടന് 50,000 രൂപ അധിക പിഴ ചുമത്തുക മാത്രമല്ല, അദ്ദേഹത്തിന് കോടതി ചിലവായി കിട്ടേണ്ടതായിരുന്നു എന്നത്. അതായത് പഞ്ചായത്ത് 50,000 രൂപ പിഴ ചുമത്തി അതിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ അത് 1,00,000 കിട്ടി. സന്തോഷം എന്നേ പറയാനുള്ളൂ. കാരണം നമ്മുടെ തണ്ണീർത്തടങ്ങൾ, പുഴകൾ, നദികളിലൊക്കെ ഇങ്ങനെ മലിനജലങ്ങൾ ഒഴുക്കി വിടുന്നതൊക്കെ എത്രത്തോളം കുറ്റകരമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വലിയൊരു സന്ദേശമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്.